എല്ലാവർക്കും നമസ്കാരം. വായനകളെ കുറിച്ചാണ്. ഓരോ പുസ്തകവും നമ്മൾക്ക് ഒരു പുതിയ ലോകമാണ് തുറന്നു തരണം. വായനകൾ ആ ലോകത്തിലൂടെ നമ്മൾക്ക് പുതിയ അനുഭവങ്ങൾ പകർന്നു നൽകുകയും. വായനകളെ കുറിച്ച് പറയുമ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തോന്നുകയാണ്. ഒരിക്കൽ ആശുപത്രിയിൽ ഓപ്പറേഷനായി കിടക്കുന്ന അവസരത്തിൽ വേദനാ സംഹാരിയായ ആ മരുന്ന് എടുക്കുന്നതിന് പകരം ഒരു പുസ്തകം തരുമെന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത്. അത്രയും പ്രസക്തമാണ് ആ വായനയുടെ പ്രാധാന്യം. ആ ഒറ്റ പ്രസ്താവനയിലുണ്ട്. കാരണം ഏത് വേദനകളെയും ഇല്ലാതാക്കുന്ന ഒരു രാസശക്തി അല്ലെങ്കിൽ ഒരു ലഹരി വായനക്കുണ്ടെന്നാണ് ഈ പ്രസ്താവന ബോധ്യപ്പെടുന്നത്. അത്രയും പ്രധാനമാണ് വായനകൾ. വായനകളെ കുറിച്ച് പറയുമ്പോൾ ഖലീൽ ജിബ്രാന്റെ മനോഹരമായ ഒരു പുസ്തകമുണ്ട്. അതിന്റെ പേര് പ്രവാചകൻ എന്നാണ്. മരണത്തെക്കുറിച്ചാണ്. അതേപോലെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനെ കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമൊക്കെ ജിബ്രാൻ മനോഹരമായി ഈ പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതില് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനെ കുറിച്ച് ജിബ്രാൻ പറഞ്ഞിട്ടുള്ള ചില വരികൾ ഓർത്തു പോവുകയാണ്. ഒരു പിഞ്ചു കുഞ്ഞിനെ മാറോട് ചേർത്തുകൊണ്ട് ഒരമ്മ പറഞ്ഞു, കുഞ്ഞുങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയുകയെന്ന്. അപ്പോ ആ വരികള് ഇപ്രകാരമായിരുന്നു: നിങ്ങളിലൂടെയാണ് കുഞ്ഞുങ്ങൾ വന്നതെങ്കിലും അവർ നിങ്ങളുടേതല്ല. നിങ്ങൾക്കൊപ്പമാണ് അവരുണ്ടെങ്കിലും അവർ നിങ്ങളുടേതല്ല. അത് ജിബ്രാൻ പറഞ്ഞു വെക്കുന്ന ഒരു തത്വം, പ്രധാനപ്പെട്ട ഒരു വരിയാണത്. അതുപോലെ തന്നെ അതിൽ പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങള് കുഞ്ഞുങ്ങൾക്ക് സ്നേഹം പകരാം, പക്ഷെ അവർക്ക് ചിന്തകൾ പകർന്നു നൽകേണ്ടതില്ല. കാരണം അവർക്ക് അവരുടേതായ ചിന്തകളുണ്ട്. എത്ര മനോഹരമായ ഒരു തത്വമാണിത്. ഇതുപോലെ തത്വങ്ങൾ നമുക്ക് വായനകളിലൂടെ കിട്ടും. ഇതുപോലെ തന്നെ ഇതിൽ മറ്റൊരു വരി കൂടി പറയുന്നുണ്ട്. അതായത് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മുറികളിൽ അടച്ചിടാം, പക്ഷേ അവരുടെ ആത്മാവുകളെ അടച്ചിടാൻ സാധ്യമല്ല. കാരണം നമ്മൾക്കൊരിക്കലും എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത നാളകളുടെ ഭവനങ്ങളിലാണ് അവരുടെ ആത്മാവുകൾ വസിക്കുന്നതെന്നാണ് ജിബ്രാൻ പറഞ്ഞു വയ്ക്കുന്നത്. ഇതിലപ്പുറം കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനെ കുറിച്ചുള്ള ഒരു തത്വം ഒരു സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ ഉണ്ടോന്ന് ചോദിച്ചാൽ നമുക്ക് ഇല്ലാന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ അതിൽ പറയുന്ന വേറൊരു വാചകം കൂടിയുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കുന്ന അവസരത്തിൽ, പക്ഷെ അവരുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ പലപ്പോഴും അനധികൃതമായി കൈകടക്കുന്നുണ്ട്. നമ്മളൊരു വിദ്യാഭ്യാസ കാലഘട്ടത്തിലായിക്കോട്ടെ, നമ്മൾ പറയും കുഞ്ഞുങ്ങളുടെ ഇന്ന് ഡോക്ടർ ആവണം അല്ലെങ്കിൽ പൈലറ്റ് ആവണം എന്ന് പറയും. പക്ഷെ അവരുടെ ലോകം എന്താണെന്ന് നമ്മൾ ഒരിക്കലും ആലോചിച്ച് നോക്കാറില്ല. ഈ സ്വാതന്ത്ര്യത്തിൽ കൈകടക്കുന്നതിനെ ജിബ്രാൻ മനോഹരമായിട്ട് ഈ പ്രവാചകൻ എന്നുള്ള പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് വായനകളിലൂടെയാണ് കിട്ടുന്നത്. വായിക്കുമ്പോൾ മാത്രമേ വളരാൻ സാധിക്കൂ. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുള്ള ഒരു വരികൾ കൂടി ഉണ്ടല്ലോ: വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്നാണ് കുഞ്ഞുണ്ണി മാഷ് സരസമായ ഭാഷയിൽ പറഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് വായനയുടെ പ്രത്യേകത. നമ്മൾ ഓരോ വായനയും നമ്മൾക്ക് തരുന്നത് പുതിയ പുതിയ അനുഭവങ്ങളാണ്. വായന നമ്മളെ ഭാഷയെ വികസിപ്പിക്കുന്നു, നമ്മളെ സർഗസൃഷ്ടിയെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്നു. അതേപോലെ നമ്മൾക്ക് പുതിയ പുതിയ അറിവുകൾ പകർന്നു നൽകുന്നു. അങ്ങനെ നമ്മളൊരു പുതിയ മനുഷ്യനാക്കി തീർക്കുന്ന ഒന്നാണ് വായന. നമ്മളെപ്പോഴും വായനയെ പ്രണയിച്ചുകൊണ്ട് വായിച്ചുകൊണ്ടേയിരിക്കുന്നു.